ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. രാവിലെ ഇഡ്ഡലിയും ഇന്നൊരു വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പതിവ് പോലെ ഞാൻ എല്ലാ കാപ്പിയെല്ലാം റെഡിയാക്കി അതിനെല്ലാം ഒരു ഭാഗത്ത് ആക്കിയിട്ട് കഞ്ഞിക്കിട്ട് കഞ്ഞി, അത് ചോറ് അടുപ്പത്ത് കിടക്കുന്നു. ബാക്കി പരിപാടികളെല്ലാം ഇങ്ങനെ കുറേശ്ശെ ഒതുക്കി കൊണ്ടുവരുന്നു. അപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇപ്പോൾ ആശുപത്രി പോയിട്ട് വന്നതിന് ശേഷം ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കാനിറങ്ങും. അങ്ങനെ നടക്കാനിറങ്ങുന്നതിന് മുന്നെയാണ് തലേ ദിവസമേ ഞാൻ ചാള മീനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ചാള മീൻ ഞാൻ വാങ്ങി അതിനെ കഴുകി വൃത്തിയാക്കിയൊക്കെ വൃത്തിനകത്ത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അത് രാവിലെ എടുത്ത് അതിനെ തന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഒരു കറി വെക്കാൻ. ഇപ്പം മീൻ വറുക്കാറില്ല. മീൻ വറുത്ത് ഇപ്പം കഴിക്കുന്നതിൻ്റെ കൂടി ഇപ്പം വേണ്ട നിർത്തലാക്കിയത് ആ പരിപാടി. അപ്പോൾ ഇപ്പോൾ കറി വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ചാള മീനിനെ നമ്മളെപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് കറി വയ്ക്കാനാണെങ്കിൽ കുറച്ച് തേങ്ങ, നമ്മൾ എല്ലാ മീനിനും എടുക്കുന്നതിനേക്കാളും ഒരു ചിരവേറെ നാക്ക് കണക്കിന് എന്ന് പറയുമ്പോൾ ഞാൻ അതിനേക്കാളും ഇത്തിരി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അരപ്പ് വേണം എന്നുള്ളത് കൊണ്ട് ശകലം കൂടി തേങ്ങ എടുത്തു. എന്നാലും മല്ലിയും മുളകും കൂട്ടി മീൻ കിട്ടിയ ഞാൻ മുമ്പൊക്കെ വറുത്താണ് അരയ്ക്കുന്നത്, വറുക്കാനെടുക്കും. അപ്പം തൈരെയും കറി വയ്ക്കാൻ എടുക്കില്ല, കാരണം കറി വയ്ക്കാച്ചാൽ അത്രയായിട്ട് കൂട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊരിക്കും. പക്ഷേ ഇപ്പം പൊരിക്കാനുള്ള നിർവാഹമില്ല, അതുകൊണ്ട് ഇപ്പോൾ കറി വയ്ക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ടേസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ പച്ചമുളകും തക്കാളിയും എല്ലാം ഒക്കെ ഇട്ട് നല്ല കറുത്ത വാളംപുളിയൊക്കെ ഇട്ടരച്ച് നല്ല മുളകും മല്ലിപ്പൊടിയും എല്ലാം എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ്. പൊതുവെ യാത്ര പോകുമ്പോൾ എനിക്ക് കടയിലൊക്കെ കയറിയാൽ എനിക്ക് മീൻകറി കൂട്ടാൻ എനിക്ക് അല്പം മടിയാണ്. അത് വറുത്തതായാലും ശരി തന്നെ കറി വെച്ചതായാലും ശരി തന്നെ എനിക്കത് കഴിക്കാൻ അല്പം ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ അത് മാത്രം വാങ്ങില്ല. അപ്പോൾ ബാക്കി ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇറച്ചി ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. എനിക്കത് ഇറച്ചി കഴിക്കുമെങ്കിൽ എനിക്ക് വീട്ടിൽ വന്നാൽ പിന്നെ അതിൻ്റെ പണി ഇരട്ടിയാണ്. അതുകൊണ്ട് ഞാൻ കഴിവതും പുറത്തുനിന്ന് പോകുമ്പോഴത്തേക്ക് ഇറച്ചി വാങ്ങാറില്ല. വാങ്ങിയാലും എൻ്റെ കൂടെ ഉള്ള എൻ്റെ വീട്ടുകാർ കഴിക്കും, പക്ഷേ ഞാൻ കഴിക്കാൻ തീരെ നിർബന്ധം കഴിക്കില്ല. ഈ വോയിസ് കവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീടിൻ്റെ ഒരു വളയവും കാരണം വീട്ടിനകത്ത് മൊത്തവും കൊച്ചിൻ്റെ കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടി വിയുടെ സൗണ്ടൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിരുന്നാണ് ഞാനിരുന്ന് ഇത് ഇടുന്നത്. റൂമൊക്കെ അടച്ചിട്ട് വോയിസ് കവർ കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല വിധേന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അതിൻ്റെ സൗണ്ടൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ അരച്ച് മീനിൻ്റെ അരപ്പും എല്ലാം റെഡിയായി. മല്ലിയും മുളകും വറുത്ത് തന്നെയാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പം വാളംപുളി കൂടി അരയ്ക്കുമെങ്കിൽ അപ്പോൾ നല്ല വെന്ത് വരുമ്പോൾ നല്ല ചുവചുവാന്നിരിക്കും. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പച്ചയ്ക്ക് തേങ്ങ അരയ്ക്കുമ്പം ആ മുളക് പച്ചയ്ക്ക് അരയ്ക്കുന്നത് എന്നോട് വലിയ താല്പര്യമില്ല. മുത്തോലിക്ക് മാത്രമേ അങ്ങനെ പച്ചയ്ക്ക് ഞങ്ങൾ അരയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. പടി പൊളിയതിൻ്റെ ചാളമീൻ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്, ആൾ താങ്ക്സ്.